അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 20-ാമത്തെ അധ്യായം 46-ാമത്തെ ശ്ലോകം മുതൽ 62 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. കിം കരോമി ക്വ ഗച്ഛാമി ത്വദധീനം ച ജീവിതം സമാശ്വാസയദീനം മാം പ്രിയം ജനകനന്ദിനി. ഏവം വിലപതാതേന രാമേണാമിത തേജസാ വനേ വനേ ച ഭ്രമതാ നേക്ഷിതാ ജനകാത്മജാ. ശരണ്യ സർവലോകാനാം രാമഃ കമലലോചനാ. ശരണം വാനരാണാം സാ ഗതോ മായാ വിമോഹിത. സഹായാൻ വാനരാൻ കൃത്വാ ബബന്ധ വരുണാലയം. ജഘാന രാവണം വീരം കുംഭകർണം മഹോദരം. ആനീയ ച തതഃ സീതാം രാമോ ദിവ്യമകാരയൽ. സർവജ്ഞോപി ഹൃദാം മത്വാ രാവണേന ദുരാത്മനാ. കിം ബ്രവീമി മഹാരാജ യോഗമായാബലം മഹൽ. യയാ വിശ്വമിദം സർവം ഭ്രാമിതം ഭ്രമത്തെ കില. ഏവം നാനാവതാരേത്ര വിഷ്ണു ശാപവശം ഗതാ. കരോതി വിവിധാശ്ചേഷ്ടാ ദൈവാധീന സദൈവ ഹി. തവാഹം കഥയിഷ്യാമി കൃഷ്ണസ്യാപി വിചേഷ്ടിതം. പ്രഭവം മാനുഷേ ലോകേ ദേവകാര്യാർത്ഥസിദ്ധയേ. കാളിന്ദീ പുളിനേ രമ്യഹ്യാസീൻ മധുവനം പുരാ. ലവണോ മധുപുത്രസ്തു തത്രാസീദാനവോ ബലി. ദ്വിജാനാം
ദുഃഖദ പാപി വരദാനേന ഗർവിത നിഹതോസൗ മഹാഭാഗാ ലക്ഷ്മണസ്യാനുജേന വൈ ശത്രുഘ്നേനാഥ സംഗ്രാമേ തം നിഹത്യ മധോത്കടം വാസിതാ മധുരാ നാമ പുരീ പരമശോഭന സ തത്ര പുഷ്കരാക്ഷൗ ദ്വൗ പുത്രൗ ശത്രുനിഷൂദന നിവേശ്യ രാജ്യേ മതിമാൻ കാലേ പ്രാപ്തേ ദിവംഗത സൂര്യവംശക്ഷയേ താം തൂ യാദവാ പ്രതിപേദിരേ മധുരാം മുക്തിദാം രാജൻ യയാതിതനയാ പുരാ ശൂരസേനാഭിധഃ ശൂരസ്തത്രാഭൂന്മേദിനീപതി മാധുരാൻ ശൂരസേനാംശ്ച ബുഭുജേ വിഷയാൻ നൃപ തത്രോത്പന്ന കശ്യപാംശ ശാപാച്ച വരുണസ്യ വൈ വസുദേവോതി വിഖ്യാതാ ശൂരസേന സുതസ്തദാ വൈശ്യവൃത്തിരതഃ സോഭൂന്മൃതേ പിതരി മാധവ ഉഗ്രസേനോ ബഭൂവാധാ കംസസ്തസ്യാത്മജോ മഹാൻ അതിഥിർദേവകീ ജാതാ ദേവകസ്യ സുതാ തദാ ശാപാദ്വൈ വരുണസ്യാധാ കശ്യപാനുഗതാ കില. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 20-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എന്തു ചെയ്യും ജനകജേ നിനക്കധീനം ജീവിതം, പ്രിയനും ദീനനും ഞാനും ആശ്വസിപ്പിക്കും. ഈ വിധത്തിൽ വിലപിച്ചു വനം തോറും രാമചന്ദ്രൻ ഇന്ദിരയാം സീതയെ കണ്ടെത്താനായില്ല. സകല ലോകങ്ങൾക്കും ശരണ്യനാകും രാമചന്ദ്രൻ സത്യത്തിൽ വാനരന്മാരിൽ ശരണം തേടി. വാനര സഹായത്തോടെ സേതുബന്ധനവും ചെയ്തു, രാവണ കുംഭകർണന്മാരെയും വധിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സർവജ്ഞനായിട്ടു കൂടി രാവണൻ അപഹരിച്ച സീതയെ അഗ്നിശുദ്ധയായി തിരിച്ചെത്തിച്ചു. യോഗമായയുടെ ശക്തി എത്ര മഹത്തരം, അവൾ ലോകം ചുറ്റിക്കുന്നു, ലോകം കറങ്ങിടുന്നു. ഈ വിധം ശാപഗ്രസ്തനാം വിഷ്ണു അവതരിക്കുന്നു, കർമ്മഫലം ആശ്രയിച്ചു കർമ്മം ചെയ്യുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കൃഷ്ണന്റെ കർമ്മങ്ങളും ഞാൻ അങ്ങയോടു പറഞ്ഞിടാം. ദേവകാര്യ സാധ്യത്തിനായി അവതരിച്ചു. കാളിന്ദിതൻ തീരത്തായി മധുവനം എന്ന സ്ഥലം, മധുപുത്രൻ ലവണൻ പാർത്തിരുന്ന വീടെ. വരം നേടി ഗർവിതനായി ബ്രാഹ്മണരെ ദുഃഖിപ്പിച്ച അവനെ ലക്ഷ്മണ പ്രിയൻ ശത്രുഘ്നൻ കൊന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മധുർക്കടനാമവനെ കൊന്ന ശത്രുഘ്നവിടെ മധുരയാം മനോഹര പുരി നിർമ്മിച്ചു.
പ്രതാപനദ്ദേഹം പുത്രന്മാർക്കു രാജ്യമേകി കാലമെത്തിയപ്പോൾ സ്വർഗം പ്രാപിച്ചുവല്ലോ. സൂര്യവംശം ക്ഷയിച്ചപ്പോൾ യയാതി തൻ പുത്രരായ യാദവർക്കു അധീനമായി മധുരാപുരി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പരാക്രമി ശൂരസേനൻ അവിടുത്തെ രാജാവായി മധുരയെ വേണ്ട പോലെ അടക്കി വാണു. ശൂരസേന പുത്രനായി വസുദേവൻ പിറന്നല്ലോ. വരുണ ശാപത്താൽ കശ്യപാംശജനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അച്ഛൻ മരിച്ചപ്പോൾ വസുദേവൻ വൈശ്യവൃത്തി നേടി. ഉഗ്രസേനൻ രാജാവായി പുത്രനോ കംസൻ. കശ്യപപത്നി അദിതി അദ്ദേഹത്തെ പിന്തുടർന്നു. ദേവകന്റെ പുത്രിയായ ദേവകിയായി. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 4-ാമത്തെ സ്കന്ധത്തിലെ 20-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ്. ഇവിടെ പറയുന്നു, ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കുകളാണ് നമ്മൾ വേദവ്യാസൻ പറയുന്നതായിട്ട് കേട്ടത്. ഇപ്പോൾ വേദവ്യാസൻ പറയുകയാണ്, ശ്രീരാമൻ തൻ്റെ പ്രിയപത്നിയെ സീതയെ നഷ്ടപ്പെട്ടപ്പോൾ കാട്ടിൽ വെച്ച് പറഞ്ഞു എന്നാണ്. കിം കരോമി ക്വ ഗച്ഛാമി, ഞാൻ എന്തു ചെയ്യും, ഇനി ഞാൻ എങ്ങോട്ട് പോവും? ത്വദധീനം ച ജീവിതം, നിനക്ക് അധീനമാണ് എൻ്റെ ജീവിതം. സമാശ്വാസയ ദീനം മാം പ്രിയം ജനകനന്ദിനി, എൻ്റെ ജനകനന്ദിനിയായിരിക്കുന്ന പ്രിയപ്പെട്ടവളെ, നിന്റെ പ്രിയനും ദീനനുമായ എന്നെ വന്ന് ആശ്വസിപ്പിക്കൂ. ഏവം വിലപതാതേന രാമേണാമിത തേജസാ വനേ വനേ ച ഭ്രമത നേക്ഷിതാ ജനകാത്മജ. ഇങ്ങനെ വിലപിച്ചുകൊണ്ട്
അമിത തേജസ്വിയായിരിക്കുന്ന രാമൻ ആ ജനകജയെ വനേവനേച്ച ഭ്രമത, വനത്തോറും സഞ്ചരിച്ചിട്ടും കാണാനായിട്ട് സാധിച്ചില്ല. നഈക്ഷിത ശരണ്യ സർവലോകാനാം രാമകമലലോചന. ആ താമരക്കണ്ണനായിരിക്കുന്ന രാമൻ സകല ലോകങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റുന്ന ആളാണ്, ശരണ്യനാണ്. എന്നാൽ ശരണം വാനരാണാം സഗതോ മായാവിമോഹിത. മായാമോഹിതനായ അദ്ദേഹത്തിന് വാനരന്മാരെ ശരണം പ്രാപിക്കേണ്ടി വന്നു, ഇല്ലേ? സഹായാൻ വാനരാൻ കൃത്വാ ബബന്ധ വരുണാലയം. ആ വാനരന്മാരുടെ സഹായം കൊണ്ടാണ് അദ്ദേഹം വരുണാലയത്തിന്, സമുദ്രത്തിന് ചിറകെട്ടിയത്, അല്ലെങ്കിൽ സേതുബന്ധനം നടത്തിയത്. ജഘാന രാവണം വീരം കുംഭകർണം മഹോദരം. വീരനായ രാവണനെയും അതേപോലെ വലിയ വയറുള്ള മഹോദരനായിരിക്കുന്ന കുംഭകർണനെയും കൊന്നു. ആനീയ ച തതഃ സീതാം രാമോ ദിവ്യമകാരയൽ സർവജ്ഞോപി ഹൃദാം മത്വാ രാവണേന ദുരാത്മന. സർവജ്ഞനാണ്, എങ്കിലും ദുരാത്മാവായ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ളത് കാരണം പിന്നീട് സീതയെ കൊണ്ടുവന്ന് അഗ്നിവിശുദ്ധയാക്കി. ദിവ്യമകാരയൽ കിംബ്രവീമി മഹാരാജ. അതുകൊണ്ട് ജനമേജയ മഹാരാജാവേ, ഞാനിനി എന്താ പറയുക എന്നാണ്. കാരണം യോഗമായാബലം മഹത്, യോഗമായയുടെ ശക്തി എത്ര വലുതാണ്. യയാ വിശ്വമിതം സർവം ഭ്രാമിതം ഭ്രമതേ കില. ഈ ലോകം മുഴുവൻ ചുറ്റിക്കുന്നത് കൊണ്ട്, അതുകൊണ്ടല്ലേ ആ ദേവി നിയന്ത്രിക്കുന്നത് കൊണ്ട്, ചുറ്റിക്കുന്നത് കൊണ്ടല്ലേ അത് ചുറ്റിക്കൊണ്ടിരിക്കണത് എന്നാണ്. ഏവം നാനാവതാരേത്ര വിഷ്ണു ശാപവശം ഗത. ഇങ്ങനെ ശാപവശഗതനായിരിക്കുന്ന വിഷ്ണു ഭൂമിയിൽ പല പല അവതാരങ്ങളിലും കരോതി വിവിധാശ്ചേഷ്ട, പലതരത്തിലുള്ള ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? ദൈവാധീന സദൈവഹി, കർമ്മഫലത്തെ ആശ്രയിച്ചും കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ വിഷ്ണു പോലും ചെയ്യുന്നു. തവാഹം കഥയിഷ്യാമി, അത് ഞാൻ പറയാം. കൃഷ്ണസ്യാപി വിചേഷ്ടിതം പ്രഭവം മാനുഷേ ലോകേ ദേവകാര്യാർത്ഥസിദ്ധയേ. ദേവകാര്യം സാധിക്കുന്നതിനു വേണ്ടി അദ്ദേഹം മനുഷ്യലോകത്ത് പിറന്നു, അവിടെ ഭഗവാൻ അവതരിച്ചു. എന്നിട്ടോ കാളിന്തി പുളിനേ രമ്യേ ഹ്യാസീൻ മധുവനം പുരാ. പുരാ, പണ്ട് കാളിന്തിയുടെ തീരത്ത് മധുവനം എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. ലവണോ മധുപുത്രസ്തു തത്രാസീൽ ദാനവോ ബലി. അവിടെ ആരാണ്? മധുവിന്റെ പുത്രനായ ലവണൻ എന്ന അസുരൻ, വലിയ ശക്തിമാനായ ബലശാലിയായിരിക്കുന്ന ദാനവൻ അവിടെ താമസിച്ചിരുന്നു. ദ്വിജാനാം ദുഃഖദ, ബ്രാഹ്മണർക്ക് എന്തു കൊടുത്തു? ദുഃഖത്തെ നൽകിയവൻ. പാപി വരദാനേന ഗർവിത, വരദാനം കൊണ്ട് വരം കിട്ടി ഗർവിതനായി പാപിയായവൻ. നിഹതോസോ മഹാഭാഗ ലക്ഷ്മണസ്യാനുജേനവൈ. അവനെ ആരാ കൊന്നത്? ലക്ഷ്മണന്റെ അനുജൻ. അതാരാ? ശത്രുഘ്നൻ, അല്ലേ? ലക്ഷ്മണൻ ഒരു അനുജനേ ഉള്ളൂ. ആ ശത്രുഘ്നൻ നിഗ്രഹിച്ചു. ശത്രുഘ്നേനാഥ സംഗ്രാമേ തം നിഹത്യ മധോൽക്കടം വാസിത മധുരാ നാമ പുരി പരമശോഭന. മതഗർവിതനായ മതോൽക്കടനായിരിക്കുന്ന ആ ലവണാസുരനെ നിഗ്രഹിച്ചിട്ട്, എവിടെ? സംഗ്രാമേ തം നിഹത്യ, യുദ്ധത്തിൽ അവനെ കൊന്നിട്ട് ശത്രുഘ്നൻ മധുരാനാമപുരി, മധുര എന്ന പേരിൽ അതിമനോഹരമായ പരമശോഭനമായിരിക്കുന്ന ഒരു നഗരം നിർമ്മിച്ചു. സതത്ര പുഷ്കരാക്ഷൗ ദ്വൗ പുത്രൗ ശത്രുനിഷൂദന നിവേശ്യ രാജ്യേ മതിമാൻ കാലേ പ്രാപ്തേ ദിവംഗത. ശത്രുതാപനായിരിക്കുന്ന, ശത്രുനിഷൂദനായിരിക്കുന്ന ആ ശത്രുഘ്നൻ തൻ്റെ യോഗ്യന്മാരായ 2 പുത്രന്മാരെ രാജ്യം ഏൽപ്പിച്ച്, പുഷ്കരാക്ഷൗദൗ, ആ താമരക്കണ്ണുള്ള 2 പുത്രന്മാര്, അവരെ രാജ്യഭാരം ഏൽപ്പിച്ച്, നിവേശ്യ രാജ്യേ മതിമാൻ, ബുദ്ധിമാനായിരിക്കുന്ന അദ്ദേഹം, കാലേ പ്രാപ്തേ ദിവംഗത, കാലമെത്തിയപ്പോൾ അദ്ദേഹം ദിവംഗത സ്വർഗത്തിലേക്ക് പോയി, ദിവംഗതനായി. സൂര്യവംശക്ഷയേ താം തു യാദവാ പ്രതിപേദിരേ. സൂര്യവംശം, പുരാ, പണ്ട് സൂര്യവംശം ക്ഷയിച്ചപ്പോ അതിശ്രേഷ്ഠമായിരിക്കുന്ന മധുരാപുരി, മധുരാം മുക്തിദാം രാജൻ യയാതി തനയാ പുര എന്നാണ്.
യയാതിയുടെ പുത്രന്മാരായ യാദവന്മാർക്ക് യദുവംശത്തിലെ അവർക്ക് അത് അനുഭവവേദ്യമായി അല്ലെങ്കിൽ അധീനമായി. ശൂരസേനാഭിധ, ശൂരസേനൻ എന്നു പേരുള്ള പരാക്രമശാലി, ശൂരസ്തത്ര ആഭൂന്മേദിനീപതി, അവിടുത്തെ രാജാവായി മാറി. എവിടുത്തെ? മധുരയുടെ. മാധുരാൻ ശൂരസേനാംഷ്ട ബുഭുജേ വിഷയാൻ നൃപ, മധുരാവാസികളെയും ശൂരസേനന്മാരെയൊക്കെ അദ്ദേഹം വേണ്ടതുപോലെ അടക്കി ഭരിച്ചു വാണു. തത്രോൽപ്പന്ന കശ്യപാംശ ശാപാച്ച വരുണസ്യ വൈ വസുദേവോതി വിഖ്യാത ശൂരസേന സുതസ്തദാ. വരുണശാപം കൊണ്ട്, വരുണസ്യ ശാപം, വരുണന്റെ ശാപം കൊണ്ട് കശ്യപാത്മജനായി ആര് ജനിച്ചു? വസുദേവര്, ശൂരസേനന്റെ പുത്രനായി വസുദേവൻ ജനിച്ചു. വൈശ്യവൃത്തിരതസോഭൂന്മൃതേ പിതരി മാധവ, അച്ഛൻ മരിച്ചപ്പോ വസുദേവര് വൈശ്യവൃത്തിയിലേക്ക് കടന്നു എന്നാണ്. രാജാവായിരുന്ന അദ്ദേഹം വൈശ്യനായി മാറി, ക്ഷത്രിയയിൽ നിന്ന് വൈശ്യനിലേക്ക് മാറി. അങ്ങനെ വന്നപ്പോ ഉഗ്രസേനോ ബഭൂവാധ കംസസ്തസ്യ ആത്മജോ മഹാൻ, ഉഗ്രസേനനായി പിന്നീട് രാജാവ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് മഹാനായിരിക്കുന്ന കംസൻ. കംസസ്തസ്യ ആത്മജോ മഹാൻ. പിന്നെയോ അങ്ങനെ ആ ഭഗവാന്റെ അവതാര രംഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, കൃഷ്ണാവതാര രംഗത്തിലേക്ക്. പിന്നെ പറഞ്ഞു കശ്യപന്റെ അംശമായി വസുദേവരുണ്ടായി എന്ന് പറഞ്ഞപ്പോ അതിഥിർദേവകീ ജാത, കശ്യപന്റെ പത്നിയായ അതിഥി, അതിഥി എന്തായി? അദ്ദേഹത്തെ പിന്തുടർന്ന്, കശ്യപനെ പിന്തുടർന്ന് വരുണശാപം കൊണ്ട്, ശാപാദ്വൈ വരുണസ്യാഥ കശ്യപാനുഗതാക്കില എന്നാണ്. ആരായി മാറി? ദേവകീ ജാത. ആരായി? ദേവകിയായിട്ട് പിറന്നു. ദേവകന്റെ പുത്രിയായ ദേവകി. അതിഥിർ ദേവകീ ജാത ദേവകസ്യ സുതാതത തഥാ. ദേവകൻ ആരാണ്? ഉഗ്രസേനന്റെ സഹോദരനാണ് ദേവകൻ. ആ ദേവകന്റെ പുത്രീഭാവത്തിൽ പിറന്നു. അതുകൊണ്ട് ആ കുട്ടിയെ എല്ലാവരും ദേവകി എന്ന് വിളിക്കാൻ തുടങ്ങി. ആ ശ്ലോകത്തോടുകൂടി, 62ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ തൃപാദങ്ങളിൽ സാദരം ഈ അക്ഷരപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.